എന്താണെന്നുള്ളത് നോക്കാം. ചോയ്സ് ഓഫ് ടോപ്പിക്സ്: ഇന്ത്യ ചരിത്രം, ഭൂമിശാസ്ത്രം, ബിസിനസ്, മലയാള സിനിമ, നാവ് വഴക്കം, ലോകം. ആ വഴക്കം പറയാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. ഗഗറി തന്നെ എന്റെ കാര്യം. അവിടെ ഒരു ഡിസ്കഷൻ നടന്നു. അല്ല വേണ്ട, നാവ് വഴക്കം അല്ല, പറ്റുമോ? ഞാനേ എനിക്ക് എന്നെ ഗ്ലിഗ്ലീന്നേ പറയാൻ പറ്റില്ല. ഇത്ത കംഫർട്ടായിട്ട് പോട്ടെ. മലയാള സിനിമ നമ്മളെല്ലാരും അതിന്റെ ഭാഗമാണല്ലോ. അപ്പൊ അതിന്റെ അറിയാലോ അല്ലെ. മലയാള സിനിമയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ശ്രദ്ധിച്ചേട്ടോളൂ. 2017 റിലീസായ ഉദാഹരണം സുജാതയിൽ മഞ്ജു വാര്യരുടെ മകളായി സിനിമാ ജീവിതം ആരംഭിച്ച നടി ആരാണ്? നമ്മുടെ ഇവള് അനശ്വര രാജ്. ആ, അനശ്വര രാജ്. ഉറപ്പാണോ? ആ ഉറപ്പിക്കേ. അതെ, അനശ്വര. അനശ്വര നമ്മുടെ ഇപ്പത്തെ കുട്ടി. അതെ, അനശ്വരയുടെ രണ്ടാം പേരെന്താ പറഞ്ഞേ? അനശ്വര രാജ്. രാജ്. രാജൻ. അനശ്വര രാജൻ. ശരിയായ ഉത്തരവാണ് അനശ്വര രാജൻ. അപ്പൊ ഇനി വേണ്ട എന്താ? 45 സെക്കൻഡ് സമയം. പക്ഷെ ഗെയിം എന്താണെന്ന് അറിയണ്ടേ? മീനാക്ഷി, നിലവറവൻ റാണി, പറയൂ. പുഷ്പം പോലെ ചെയ്യാവുന്ന ഒരു പുഷ്പ ടാസ്ക് ആണിത്. ഓ, പുഷ്പ. സോ ബേസിക്കലി ബോർഡ് കണ്ടപ്പോ മനസ്സിലായല്ലോ, കുറെ പസിൽസ് ഉണ്ട്. നിങ്ങൾ ആ ഒരു പസിൽ ഒന്ന് സോൾവ് ചെയ്താൽ മാത്രം മതി. ഇവിടെ ഉണ്ട് അതിന്റെ പീസസ്. എക്സാമ്പിളിന് ഞാൻ ഒരെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ എടുത്ത് മാറ്റുവാണേ. അപ്പൊ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഒരു മിസ്റ്ററി ബോക്സ് എടുക്കുക. നിലവറ അടയ്ക്കുന്നതിന് മുമ്പ് വെളിയിലേക്ക് കടക്കുക. അപ്പം ഇതെല്ലാം കൂടി ചെയ്യാനായി നിങ്ങൾക്ക് കിട്ടുന്ന ടൈം ലിമിറ്റ് ഇസ് 45 സെക്കൻഡ്സ്. ആരാണ് പോകുന്നത്? സാജടാ സെറ്റ്. ഓക്കെ, ഓടൂ, വാരൂ, നേടൂ, ഗോ. സാജാണ് വരുന്നത്. അടിപൊളി. വെരി ഗുഡ്, വെരി ഗുഡ്. അത് താഴെപ്പോല്ല മോളെ. അത് ഞാൻ വെച്ചുതരാം. എല്ലാം താഴെ പോകുന്നുണ്ട്, എല്ലാം താഴെ പോകുന്നുണ്ട്. വെച്ച് താഴെ പോകുന്നത് ഞാൻ വെച്ചുതരാം. ഇതെല്ലാം താഴെ പോവാണ്. പക്ഷെ ചേട്ടൻ വെക്കുന്നുണ്ട് ഗൈസ്. എല്ലാം താഴെ താഴെ പോവാണ്. ഞാൻ എടുത്തരാം. 1 2 3 4 വാ, സാജേട്ടാ നിലവറ അടയ്ക്കുന്നു. വാ, വാ. ഇതെന്റെ ഇല്ല, ഞാൻ ഒരു ഡൗട്ട് വെച്ചോട്ടെ. ആ നിലവറ, നിങ്ങളുടെ ഹൈറ്റ് വെച്ചിട്ട് ആ നിലവറ നിങ്ങൾ പേടിയില്ലാന്ന് എങ്ങനെ വരുന്നേ? അല്ല, സമയം ഉണ്ടായിരുന്നല്ലോ. കറക്റ്റ് ടൈം ആയിരുന്നു. അത് മാത്രമോ? ഒട്ടിക്കുന്ന പോയെല്ലാം താഴെ വീണോണ്ടിരിക്കും. അത് ഒട്ടണില്ല. അതെ, അതെന്തോ അവിടെ. പിന്നെ എടുക്കുക. ശരി. അയ്യോ മക്കളെ. അല്ല, അതൊരു പ്രശ്നമല്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് 3 സമ്മാനം കിട്ടിയിരിക്കുകയല്ലേ. ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഗെയിം ഒരാളെ കൊണ്ടും പെട്ടി ഒരാളെ കൊണ്ടും ഇടിപ്പിക്കാമായിരുന്നു. ടെൻഷൻ കാരണം ഈ പെട്ടി എടുത്തത് മാറിപ്പോയെന്നാണോ പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞതാണ്. അങ്ങനെയാണോ? ഇല്ല ഏകദേശം ആണ്. അതെ, ചേട്ടന് ഒരു അത്ര വിശ്വാസക്കുറവുണ്ടെന്ന്. വിശ്വാസക്കുറവൊന്നുമില്ല. കാരണം എന്താ അറിയോ ചേച്ചി? റിലാക്സ്, ടെൻഷൻ ഒന്നും വേണ്ട. സാജു ചേട്ടൻ ഒരു എയർ കൂളറാണ് സ്വന്തമാക്കിയിരിക്കുന്നത്.